നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് തെറിച്ച് വീണ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കയ്പമംഗലം നാട്ടിക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷമായി. മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് തെറിച്ചു വീണ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശികളായ കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ അജയൻ, നാറാണത്ത് വീട്ടിൽ സുഭാഷ്, കയ്പമംഗലം ബീച്ച് സ്വദേശി ഉണ്ണിച്ചാം വീട്ടിൽ ജിജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപ്പിനി അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7:30 കഴിമ്പ്രം ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പെരിഞ്ഞനത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ കൃഷ്ണാർജുനൻ എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. മീൻ പിടിക്കാനായി വല വിരിച്ച് തിരിച്ചു കയറ്റുന്നതിനിടെ ബീഞ്ച് മറിഞ്ഞ് കടലിലേക്ക് വീഴുകയായിരുന്നു. ഇതോടൊപ്പം കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളികളെ മറ്റു തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തൊഴിലാളികൾക്ക് കൈയിനും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കടലിലേക്ക് വീണ ബീഞ്ചും വലയും നഷ്ടപ്പെട്ടു. 3 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ADGP എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഇതിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ PC ജോർജാണ്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ADGPക്ക് പറ്റുമോ? മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ADGPക്ക് കഴിയോ? ആഭ്യന്തരമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ADGPക്ക് കഴിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ഞാനിതിൽ പങ്കാളിയായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. വേണ്ട, പങ്കാളിയായിട്ടില്ലെങ്കിൽ നല്ലത്. പങ്കാളിയായിട്ടുണ്ടോ എന്ന് ജനം സംശയിക്കുമ്പോൾ, പങ്കാളിയായിട്ടില്ലെങ്കിൽ പങ്കാളിയായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളെ പറയുന്ന ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്ന് പറയല്ലേ വേണ്ടത്? ഞാൻ പങ്കാളിയല്ല, ശരി, ഞങ്ങൾക്ക് സംശയം നിങ്ങൾ പങ്കാളിയാണോ എന്ന്. എങ്കിൽ നിങ്ങളുടെ സംശയം തീർക്കാൻ എല്ലാം സുതാര്യമായി പറയുന്ന മുഖ്യമന്ത്രി, നിങ്ങൾ പറയുന്ന അന്വേഷണത്തിന് ഞാൻ തയ്യാർ എന്ന് പറയണ്ടേ? മുഖ്യമന്ത്രി സംസാരത്തിനിടയിൽ പലപ്പോഴും കോടിയേരി ബാലകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കാലത്താണ് ടീം സോളാർ അങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ഉണ്ടായത്, പലപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ എഴുന്നേറ്റ് ഒരു 10 തവണയെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് എന്നെ ഇത്തരത്തിൽ പ്രതികൂട്ടി നിർത്തുകയാണെങ്കിൽ അങ്ങക്ക് ഞാൻ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പണ്ട് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണ്. നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വെച്ചോളൂ, ഞാൻ തയ്യാറാണ്. TK ദേവദാസ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ KM ജയദേവനെ പ്രവർത്തകർ ഹാരമണിയിച്ച് സ്വീകരിച്ചു. വൈസ് ക്യാപ്റ്റൻ KV പീതാംബരൻ, KK ശ്രീനിവാസൻ, UK ഗോപാലൻ, ജഗന്നിവാസൻ ഇയാനി എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കിഴുപ്പുള്ളിക്കരയിൽ സമാപിച്ചു. LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ എറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ചു. വിവിധയിടങ്ങളിലെ സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ET ടൈസൺ മാസ്റ്റർ, വൈസ് ക്യാപ്റ്റൻ KS മുഹമ്മദ്, ഡയറക്ടർ NA ഇസ്മായിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചിലപ്പോൾ ഇന്ത്യക്ക് ഒരു ചെറിയ സംസ്ഥാനമായിരിക്കാം, പക്ഷേ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്. UN ഗോൾഡൻ സ്പോട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഏഷ്യയുടെ തിലകക്കുറി എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തില് അതിപ്രധാനമായ പല നിയമനിർമ്മാണങ്ങളും നടന്ന സംസ്ഥാനമാണ്. ഏറ്റവും പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന ഒട്ടനവധി വലിയ മുഖ്യമന്ത്രിമാരെ കണ്ട സംസ്ഥാനമാണ് ഈ കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് മുതൽ PKVയും CH ഉദയമേനോനും EK നായനാരും കഴിഞ്ഞ US അച്യുതാനന്ദനുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ അവർ ഈ ജനതയോട്, കേരള സംസ്ഥാനത്ത് ജനതയോട് എത്രമാത്രം പ്രതിബദ്ധതയോടുകൂടിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
40ഓളം മഹലുകളിലെ പണ്ഡിതന്മാരെയും ഭരണകർത്താക്കളെയും സംഘടിപ്പിച്ച് നേതൃസംഗമം നടത്തുന്നു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടുനിൽക്കുന്ന നേതൃസംഗമത്തിൽ സംഘടിത സക്കാത്ത് മഹല്ലുകൾക്ക് ഒരു മാർഗരേഖ എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടക്കും. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ കർമ്മശാസ്ത്ര വിഭാഗം മേധാവി ഉസ്താദ് KC മുഹമ്മദ് ബാഖവി വിഷയം അവതരിപ്പിക്കും. സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് SNK തങ്ങൾ അധ്യക്ഷത വഹിക്കും. SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, അബ്ദുസലാം ഫൈസി, ഹംസ ഫൈസി, റാഫി അൻവരി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. മുഴുവൻ മഹല്ല് പ്രതിനിധികളും ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് നേതാക്കൾ അറിയിച്ചു. തൃപ്രയാർ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുധനും ജീവനക്കാരി VV കാർത്തിയായനിക്കും യാത്രയയപ്പ് നൽകി. പ്രിയദർശിനി ഹാളിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ കൊടുങ്ങല്ലൂർ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസന്ന P അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ ഉപഹാരം 2 പേർക്കും സമ്മാനിച്ചു. പെരിങ്ങൽകുത്ത് KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സുധർമ്മൻ, ഫ്രാൻസിസ് ജേക്കബ് P, VP സുരേന്ദ്രൻ, VC അശോകൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് ഉണ്ണികൃഷ്ണൻ, ജോസ് താടിക്കാരൻ, സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു. വലപ്പാട് AE K സജിത്ത് സ്വാഗതവും KS മധുസൂദനൻ നന്ദിയും പറഞ്ഞു. KS സുധനും VV കാർത്തിയായനിയും മറുപടി പ്രസംഗം നടത്തി. ഇനിയൊരു ഇടവേള.